എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ താനെ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു നൈറ്റ് റൈഡ് പോവാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താനേന്ന് മുംബൈയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ ഇവിടുത്തെ റോഡിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകതകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സമയം രാത്രി 10:30 ആയിട്ടുള്ള കേട്ടോ. 10:30-ക്ക് ചെറിയ രീതിയിലുള്ള ട്രാഫിക്കേ ഉള്ളൂ, ഒരുപാട് ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേങ്കിൽ നമ്മളൊരു വൈകുന്നേരം 5 മണി തൊട്ടിട്ട് ഈ റോഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര ക്രൗഡായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വണ്ടി മൂവ് ആകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ മുകളിൽ തന്നെയാണ് ഫ്ലൈ ഓവർ ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് സൈഡിലായിട്ട് പുതിയ മെട്രോന്റെ ഒക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അത് ആരംഭിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് താനെ ഡിസ്ട്രിക്റ്റിലാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോകുന്നത് മുംബൈയിലേക്കാണ് കേട്ടോ. അപ്പോൾ മുംബൈയിൽ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ റോഡ് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. റോഡിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാറ്റങ്ങൾ വന്നിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻസ് ലെവൽ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി ഫ്യൂച്ചറിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പുതിയ കേരളത്തിലുള്ള റോഡ് ഹൈവേന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ രീതിയിലുള്ള ട്രാഫിക് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാവും ട്രാഫിക് നിങ്ങൾ പറഞ്ഞോ? ഇപ്പൊ എത്ര ട്രാഫിക് ഉണ്ടാവും? വലിയ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. രാത്രിയാകുമ്പോ എത്ര മണി വരെയാണ് ട്രാഫിക്? രാത്രി 8-9 മണി കഴിയുമ്പോഴത്തേക്ക് ട്രാഫിക് കഴിയല്ല. ഓക്കെ, അപ്പൊ ഈ റോഡാണ് കേട്ടോ. ഈ റോഡ് ശനിയാഴ്ച. ഓക്കെ, അപ്പൊ ശനിയാഴ്ച വീക്കെൻഡ് ആണ്. സെക്കൻഡ് സാറ്റർഡേ. ഓക്കെ, അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവല്ല. പ്രൈവറ്റ് വെഹിക്കിൾ കുറവായിരിക്കും. പ്രൈവറ്റ് വെഹിക്കിൾ ചെറിയ തിരക്ക് കുറഞ്ഞിട്ടും ഇത്ര വണ്ടികളൊക്കെ ഉണ്ട്. കൂടുതൽ ഇവിടെ റിക്ഷയുള്ള കേട്ടോ. പ്രൈവറ്റിനെക്കാട്ടും കൂടുതലായിട്ട് റിക്ഷ ഒക്കെ കാണുന്നത്. അപ്പോ ഇനിയിപ്പോ ഈ സമയം ഞാൻ പറഞ്ഞല്ലോ 10:30 സമയം എന്നുള്ളത്. ഇനിയിപ്പോ മാക്സിമം തിരക്കുകളൊക്കെ കുറയുന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് വീക്കെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ മുള്ളുണ്ട് എന്ന് പറയുന്ന സ്ഥലം തുടങ്ങും കേട്ടോ. അതായത് മുംബൈ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മുള്ളുണ്ട് ഒരു ടോള് വരുന്നുണ്ട്. അത് കഴിഞ്ഞാലാണ് മുംബൈ. അത് ഒരുപാട് വർഷം മുന്നേ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഇവിടെ ഇതാ പുതിയ ഇത് കണ്ട മെട്രോന്റെ പുതിയ ബ്രിഡ്ജാണ് ഇവിടെ മേലെ നടക്കുന്നത്. പണിയൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കാലത്തിനുള്ളിൽ താനെ ഡിസ്ട്രിക്റ്റിൽ കൂടി മെട്രോ വരുന്നതായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ താനെ ഡിസ്ട്രിക്റ്റ് നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ബോർഡർ എത്തിയിട്ടുള്ള കേട്ടോ. ഇത് ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇനിയാണ് മുംബൈ സിറ്റി ആരംഭിക്കുന്നത്. ഇത് പഴയ ചെക്ക് പോസ്റ്റ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്കിപ്പോ ട്രക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ. രാത്രിയിൽ ഫുള്ള് ട്രക്കിന്റെ ഒക്കെ കളിയാണ്. ഇതേ റോഡ് തന്നെയാണ് കേട്ടോ കുർലയിലേക്ക് പോകുന്ന. നാട്ടിൽ നിന്ന് ഇപ്പോൾ പറയില്ലേ കുർല മാർക്കറ്റ്, ദാദർ മാർക്കറ്റിലൊക്കെ നമ്മൾ ട്രക്ക് പോകുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ ഈ സെയിം റൂട്ട് തന്നെയാണ്. നാട്ടിൽ നിന്ന് വരുന്ന ആ റൂട്ട് തന്നെയാണ് ഇത്. താനെ കണക്ട് ആകുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതാണ്. മുംബൈ സിറ്റിയിലേക്കുള്ള ടോളാണ് കേട്ടോ. ഇവിടെയാണ് എത്താനായി നമ്മള്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാം. എന്താണ് പ്രത്യേകത? എന്താണ്? പണ്ട് ഇവിടെ കാറിനെല്ലാം ടോൾ ഉണ്ടായിരുന്നല്ലോ. ഒരു വർഷത്തായിട്ട് കാറിന്റെ ടോള് മാറ്റി. കാറിന് ടോള് കൊടുക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം 45 റുപ്പീസ് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു മന്ത്ലി പാസ് എടുക്കണം. 1500 രൂപയുടെ മന്ത്ലി പാസ് എടുത്തു കഴിഞ്ഞാല് മുംബൈയുടെ 4 എൻട്രി പോയിന്റ് ഉണ്ട്. 4 എൻട്രി പോയിന്റ് നമുക്ക് യൂസ് ചെയ്യാം ഒരു മാസം തന്നെ. അപ്പോ പിന്നെ നമ്മൾ നാട്ടിലെല്ലാം ബൈക്കിനില്ലാത്ത പോലെ അല്ലെ, ബൈക്കിന് പാസ് ഇല്ലാത്ത പോലെ ഇവിടെ കാറിന് പാസ് ഇല്ല. കാറ് ഫ്രീ. ഓക്കെ, കാറ് ഓട്ടോറിക്ഷ ബൈക്കിനൊക്കെ ഇത് ഫുള്ള് ഫ്രീ ആണെന്നാ പറയുന്നത്. കാണുന്നുണ്ട് ഫുള്ള് റോഡിന്റെ സ്റ്റൈലെല്ലാം ടോട്ടലി മാറി വരുന്നുണ്ട് കേട്ടോ. ലൈഫ് അപ്പൊ മുള്ളുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ബോംബെയുടെ അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് താനെ ഡിസ്ട്രിക്ട് കഴിഞ്ഞാൽ മുംബൈ സ്റ്റാർട്ട് ചെയ്യുന്നത് മുള്ളുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മുള്ളുണ്ട് ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ. ഈ ഒരു സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ഥലത്തിന്റെ പേര് തിലക് നഗർ എന്നാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വരുന്നതാണ് കേട്ടോ തിലക് നഗർ. അതായത് പണ്ടത്തെ അധോലോകം
നായകൻ ചോട്ടാരാജന്റെ ചോട്ടാരാജന്റെ സ്ഥലം അല്ലെ, സാമ്രാജ്യം. അതോ ലോക നായകൻ ചോട്ടാരാജന്റെ സാമ്രാജ്യമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഗണേശോത്സവം ഭയങ്കര ഫേമസ് ആണ്, ചോട്ടാരാജന്റെ ചെയ്യുന്നത്. അത് ശരി. അപ്പൊ കേട്ടിട്ടുണ്ടാവല്ലോ, അതായത് ഗണേശോത്സവം, അതായത് നമ്മളെ ഗണേശ ചതുർത്ഥിയിലാണ്, വിനായക ചതുർത്ഥി, അതൊക്കെ നടക്കുന്ന സമയത്ത് ഭയങ്കര ഫേമസ് സ്ഥലമാട്ടോ ഇത്. അടുത്ത് തന്നെ നമ്മളെ കുള്ളാട്ടാറുണ്ട്. പണ്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ബിൽഡിങ്സ് ഒക്കെ, ഒരുപാട് ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക കേട്ടോ ഇവിടെ. ഈ വരുന്ന ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ബാന്ദ്ര കുർള കോംപ്ലക്സ് ആട്ടോ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഇപ്പൊ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്തെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ, എന്തല്ല ഇതിന്റെ പ്രത്യേകത? കോംപ്ലക്സ് ഇവിടെയാണ് എല്ലാ ബാങ്കുകളുടെ വലിയ കമ്പനികളുടെ എല്ലാ ഹെഡ് ഓഫീസ്. അതായത് പ്രധാനപ്പെട്ട എല്ലാ ബാങ്കും, റിസർവ് ബാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ ബാങ്കിന്റെയും ഹെഡ് ഓഫീസ് ഇവിടെയാണ്. അത് ശരി. അപ്പൊ അത്ര ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാട്ടോ. ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നരിമാൻ പോയിന്റ് ആയിരുന്നു എല്ലാ ബിസിനസിന്റെ വെച്ചാൽ കേന്ദ്രമായിട്ടുള്ള സ്ഥലം ബോംബെയിൽ എന്ന് പറയുന്നത്. ഇപ്പോ ഇത് ഈ ഒരു സ്ഥലമാണ്, അതായത് ബാന്ദ്ര കുർള കോംപ്ലക്സ് ആട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ നമ്മൾ തുടങ്ങിയ കേട്ടോ. ഒരുപാട് ബിൽഡിങ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൂരെ നിങ്ങൾക്ക് പല ബിൽഡിങ്ങും കാണാൻ പറ്റും. ജിയോന്റെ ബിൽഡിംഗ് ആട്ടോ, അവിടെ ബ്ലൂ ലൈറ്റിൽ കൊടുത്തിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ടാവും. റിലയൻസിന്റെ ജിയോന്റെ ബിൽഡിംഗ് ആട്ടോ. ആ വലിയൊരു എംബ്ലം ഒക്കെ അവിടെ വരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോയിലാണ്, അപ്പോൾ നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ ഒരു കുഴപ്പമുണ്ട്. കുറച്ച് അരിയത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ കൊടാക് ബാങ്കിന്റെ ബിൽഡിംഗ് ആണ് തൊട്ട് മുന്നിലായിട്ട് കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ ബാങ്കിന്റെ ബിൽഡിംഗ് വരുന്നുണ്ട്. കാനറ ബാങ്ക് നമ്മളെ മുന്നിലായിട്ട് ഇപ്പോൾ കാനറ ബാങ്കിന്റെ ബിൽഡിംഗ് ആണല്ലോ കേട്ടോ. അവിടെ എംബ്ലം ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൊടാക്കിന്റെ എംബ്ലം ഇതാ, നിങ്ങൾക്ക് നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെയാണ് കൊടാക് ബാങ്കിന്റെ ഉള്ളത്. സൈഡിലായിട്ടുള്ളത് കാനറ ബാങ്കാണ് കേട്ടോ. ബിൽഡിംഗ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് വേറൊരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റി ഒക്കെ മാറി മറിയുന്നതാണ്. താനെ നിന്ന് അപേക്ഷിച്ചിട്ട് നമ്മൾ മുംബൈയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ബിൽഡിങ്ങിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് കാനറ ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഹെഡ് ഓഫീസ് തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ ബാങ്കുകളും, ഒരുവിധം എല്ലാ ബാങ്കുകളും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇനി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് കാലം ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ NSEയുടെ ബിൽഡിംഗ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ട്. ഈ സൈഡിൽ കാണുന്ന കേട്ടോ NSEയുടെ ബിൽഡിംഗ്. ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബെർലിയിലേക്കാണ് പോകേണ്ട റോഡ് ഉള്ളത്. ഇങ്ങോട്ട് വലതു ഭാഗത്തേക്ക് പോകുന്നത് നമ്മൾ കുർളയിലേക്കാണ് പോകുന്നത്. ഈ മെട്രോ ആണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് മെട്രോ. പ്രത്യേകത എന്താന്ന് വെച്ചാൽ മെട്രോ അണ്ടർഗ്രൗണ്ട് ആണ്. ഈ ഇവിടെ ഈ സൈഡ് കാണുന്നതാണ് കേട്ടോ മെട്രോ വരുന്നത്. ഈ പുതിയ പാലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഫുള്ള് മെട്രോ തന്നെയാണ്. ഈ ഉച്ചി മൊത്തം ഇവിടെ പണി നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു ഡ്രീം സിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ. അന്ന് ദൂരെ കാണുന്ന ബിൽഡിംഗ് ആട്ടോ പിങ്കില് അതേപോലെ ബ്ലൂവിൽ എഴുതിയിട്ടുള്ള ലീലാവതി ഹോസ്പിറ്റൽ കേട്ടോ. അതായത് വലിയ വലിയ ഫിലിം സ്റ്റാർസ് ഒക്കെ പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ബ്ലൂ കളറിൽ കാണുന്ന ബോർഡ് കേട്ടോ. അത് ഈ ഒരു ബോർഡ് കാണുന്നുണ്ടോ നിങ്ങൾ? മുംബൈയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു പ്രൊജക്റ്റ് ആണെന്ന് ഇത് പറയാം കേട്ടോ. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. മുംബൈയുടെ മുഖച്ഛായ തന്നെ മാറ്റി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രൊജക്റ്റ് ആട്ടോ. അതായത് ഓക്കെ, മുംബൈയില് കടലിന് സൈഡിലൂടെയുള്ള ആദ്യത്തെ ഒരു വലിയൊരു പാലാട്ടോ ഇത്. നരിമാൻ പോയിന്റിലേക്ക് പോകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ബിസിനസ് ഒക്കെ നടക്കുന്ന മെയിൻ ഒരു സ്ഥലമാണ് നരിമാൻ പോയിന്റ് എന്ന് പറയുന്നത്. അവിടേക്ക് പോകാനുള്ള ഒരു ഷോർട്ടസ്റ്റ് വേ ആണ് കേട്ടോ ഇത്. ഇവിടെ അതിന്റെ ടോൾ സെക്ഷനിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. എൻട്രി ചെയ്യുന്ന കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ടോള് കൊടുക്കുന്നത്. വണ്ടികളൊക്കെ ക്യൂ ആയിട്ട് നിർത്തിയിട്ടുള്ളത് കേട്ടോ. ആ ലൈനിൽ പോയതുകൊണ്ട് ഈ ലൈന് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോള് നമുക്ക് വണ്ടിക്ക് കാറിന് ടോള് കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇതാണ് സീലിംഗ് എന്ന് പറയുന്നത്. കടലിന്റെ സൈഡിലൂട്ടിയാണ് പോകുന്നത്. അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ നേരെ എത്തുന്നത് നരിമാൻ പോയിന്റിലേക്കാണ്. ഈ റോഡ് കണ്ടോ നിങ്ങൾ? വേറെ ലെവലാണ് കേട്ടോ. കാറിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെയ്ഡല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ബൈക്കുകൾക്ക് മാത്രമാണല്ലോ ഒഴിവാക്കി. ഇവിടെ കാറിനും
ഇത് ഒഴിവാക്കിയിട്ടുള്ളത്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ നമ്മൾ ട്രാക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ആദ്യം എത്രയായിരുന്നു? ഓക്കെ, 100 രൂപയായിരുന്നു കേട്ടോ. ബിൽഡിങ് ഒരുവിധം ബിൽഡിംഗ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അംബാനിയുടെ ബിൽഡിംഗ് ആണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പറയുന്നത് അംബാനിയുടെ വീട് കാണാൻ പറ്റുന്ന പറയുന്നത്. നമുക്ക് കുറച്ച് അടുത്തെത്തിയൊക്കെ കാണാൻ പറ്റും. റോഡിന്റെ എന്താ പറയണ്ട ഒരു ക്ലിയർ വ്യൂ ആണ് കേട്ടോ ഇത് നിങ്ങളിപ്പോ കാണുന്നത്. ക്രൗഡൊക്കെ കുറവാണ്. ക്രൗഡ് കുറഞ്ഞതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നുണ്ടാവല്ലേ, ഇതാണ് അതിന്റെ ഭംഗി കേട്ടോ. ഒരുവിധം മുംബൈയിൽ വരുന്ന ആളുകളല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടാവും. ഇനി വരാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഇതിലൂടെ ഒരു ചെറിയൊരു യാത്ര പോവുക ഒരു പ്രത്യേകതരം ഫീലിംഗ് തന്നെയാണ് കേട്ടോ. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഉള്ള ഒരു എന്താ പറയണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാലാണ് ആദ്യത്തെ ഒരു കൺസ്ട്രക്ഷൻ. കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഷോർട്ടായിട്ട് കടലിനുള്ളിലേക്ക് പോയിട്ട് വീണ്ടും ഷോറിലേക്ക് വരുന്ന ഒരു പാലാണ് കേട്ടോ ഇത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ ഇതാ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പകൽ സമയത്താണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഭംഗിയുണ്ടാവും. പക്ഷേ പകൽ സമയത്ത് ഈ ലൈറ്റ് വെച്ചിട്ടുള്ള പരിപാടിയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ രാത്രി തന്നെ വരണം. ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. പുതിയ ബ്രിഡ്ജ് വരുന്നില്ല, പുതിയ ബ്രിഡ്ജ് കണക്റ്റഡ് ആണ്. ഇത് ടോട്ടൽ എത്ര മീറ്ററാണ് ഉള്ളത് അറിയാം? അത്യാവശ്യം നല്ല ദൂരം കാണുന്നുണ്ട് കേട്ടോ. അംബാനിയിലൊക്കെ ബിൽഡിങ് ഇതിന്റെ അവിടെ തന്നെയാണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയാണ്, മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുംബൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള ഒരു റൈഡ് പോകാൻ ശ്രമിക്കുക. അത് ഡേ ടൈം ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ കാണാന്ന് വെച്ചാൽ ഡേ ടൈമിൽ വരും. അതല്ലാന്നാണെങ്കിൽ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള അതായത് രാത്രി കാണാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം എന്നാൽ രാത്രി വരാൻ ശ്രമിക്കുക. കാരണം രണ്ടിനും വ്യത്യസ്തമാണ് കേട്ടോ. ഡേ ടൈം ആണെങ്കിലും രാത്രിയിലാണെങ്കിലും രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കാഴ്ചകൾ സമ്മാനിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഞാൻ പറയുന്നത് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ അംബാനിയുടെ ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിൽക്കുന്ന കേട്ടോ അംബാനിയുടെ ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പോകുന്നത് വെച്ചാൽ കോസ്റ്റൽ റോഡിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ കോസ്റ്റൽ റോഡിന്റെ പ്രത്യേകത എന്താണ്? കോസ്റ്റൽ റോഡ് ഇപ്പൊ പുതിയ റോഡ്. അപ്പൊ ഇത് അണ്ടർ പോയിട്ട് കടലിനടിയിലേക്ക്. ഓക്കെ, കടലിനടിയിലേക്ക് പോകുന്ന പരിപാടി കേട്ടോ. പക്ഷെ എങ്കിലും നമുക്കത് കടലിനടിയിൽ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഇറങ്ങി നോക്കാം കടലിനടിയിലേക്ക് എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളത്. ഞാനും എന്റെ ഒരു ആദ്യത്തെ അനുഭവമാണ്. പണ്ടത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു, ഫ്രാൻസിലുള്ള ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു, ഒരു അണ്ടർഗ്രൗണ്ടുള്ള കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ, കോസ്റ്റലിലേക്കുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്. ഒരുപാട് ബ്രിഡ്ജുകളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ബ്രിഡ്ജ് വരുന്നത് എനിക്കൊന്ന് സിറ്റി എനിക്ക് തോന്നുന്നു മുംബൈ തന്നെയായിരിക്കും. അതിന് വേറൊരു ചാൻസ് ഇല്ല. മുംബൈ സിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ ബ്രിഡ്ജ് വരുന്നത് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ പറ്റിയൊരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. വണ്ടികൾ മുമ്പിൽ പോകുന്നതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്? അതിന്റെ ടെയിൽ ലാമ്പ് കാണുന്ന സമയത്ത് അത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പ്രത്യേക റാക്കിൽ പോകുന്നുണ്ട് അത്. ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് ഒരു ശരിയായ മുംബൈയുടെ ഒരു പ്രതീതി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ആ സൈഡ് കടലിന്റെ സൈഡാണ് ആ ഭാഗം വരുന്നത്. അവിടെ ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ദുബായ് സിറ്റിയുടെ ഒരു ചെറിയൊരു ഫീൽ ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് എത്തുന്ന സമയത്ത്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുന്നതാണ് പറയുന്നത്. കാരണം ലൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈറ്റ് കുറച്ച് കുറവാണ് കേട്ടോ. ലൈറ്റിനൊക്കെ പവറൊക്കെ കുറച്ചുകൂടി കൂടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടങ്ങൾ അതായത് 2030 കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പെട്ടെന്ന് തന്നെയാണ് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. 10 വർഷത്തെ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഒരു 5 വർഷത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോകുന്നുള്ള കാര്യം എന്തായാലും 100% ഉറപ്പാണ് കേട്ടോ. നരിമാൻ പോയിന്റ് ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുംബൈയിലെ ഏറ്റവും ബിസിനസ് സ്പോട്ട് നരിമാൻ പോയിന്റ് അവിടേക്കാണ് എത്തുന്നത് കേട്ടോ. ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ടാവും. ഇന്ന് ലൈറ്റൊക്കെ കുറച്ച് കുറവ് തന്നെയാണ് കാണുന്നത്. ഈ ടാക്സിയുടെ നിങ്ങൾ കളർ കണ്ട മുംബൈയിലുള്ള പണ്ട് പ്രീമിയർ പത്മിനിയായിരുന്നു മുംബൈയിലെ ടാക്സി. അതിനുശേഷം ടാക്സി മാറിയിട്ടാണ് സാൻഡ്രോയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ കളറ് പഴയതുപോലെ തന്നെ മഞ്ഞയും കറുപ്പുമാണ് കളറുള്ളത്. മുംബൈയിലുള്ള വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിൽ ഓട്ടോ ഇല്ല. താനെ ഡിസ്ട്രിക്ട് സിറ്റി അല്ല,
മുംബൈ സിറ്റിയുടെ ഉള്ളിൽ ഓട്ടോ അലൗഡ് അല്ല, വെറും ടാക്സി മാത്രമാണ് കേട്ടോ. റെയ്മണ്ടിന്റെ ബിൽഡിംഗ് ആണ് കേട്ടോ അവിടെ കാണുന്നത്. ആ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. റെയ്മണ്ടിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ഫേമസ് കമ്പനികളുടെ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. നരിമാൻ പോയിന്റ് മന്ത്രാലയ കേട്ടോ, അതായത് നമ്മുടെ നാട്ടിലെ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? ഈ റോഡാണ്. ഈ റോഡ് പോയി കഴിഞ്ഞാലാണ് എത്തുന്നത് നരിമാൻ പോയിന്റ്. ലാസ്റ്റ് എൻഡ് വരുന്നത് നരിമാൻ പോയിന്റിലാട്ടോ. അതായത് ഈ സീലിംഗ് ഇനി നമ്മൾ പോകുന്ന നേരെ കടലിനടിയിലേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അണ്ടർ വാട്ടർ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ പണ്ടൊരിക്കൽ ഫ്രാൻസിൽ വെച്ചിട്ട് പോയത്. അതിന് ശേഷം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് കേട്ടോ. അണ്ടർ വാട്ടർ തുടങ്ങുകയാണ്. എത്ര മീറ്റർ ആണെന്നുള്ളത് എനിക്കിവിടെ കൃത്യമായിട്ട് ഞാൻ നോക്കിയില്ല. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എത്ര മീറ്റർ ഉണ്ട് എന്നുള്ളത്. പക്ഷേങ്കിൽ വേറെ ലെവല് ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. പ്രഷർ വേരിയേഷൻ ഒന്നും അനുഭവപ്പെടുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. നമ്മൾ ഇന്ത്യയിൽ ഇതേപോലത്തെ മാറ്റങ്ങളൊക്കെ വന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ഇന്ത്യയുടെ എല്ലാ റോഡുകളിലും ഇതേപോലത്തെ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നമ്മൾ ദുബായിലുള്ള റോഡ് വഴി ലാസ്റ്റ് ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ദുബായിലുള്ള. അപ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ ആ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. വേറെ തന്നെ വൈബല്ലേ കിട്ടുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ട് ശരിക്കും ഇവിടെ ഒന്നും എവിടെയും കാണുന്നില്ല കേട്ടോ. 3 കിലോമീറ്റർ ഇപ്പൊ ഒരു ബോർഡ് വെച്ച് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 3 കിലോമീറ്റർ കവറായി എന്നാണോ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. 3 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് ടു ഗോ 275 മീറ്റർ, 2.8 കിലോമീറ്റർ അല്ലേ? ഓക്കെ, നല്ലൊരു വൈബ് തന്നെ കേട്ടോ. നല്ലൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്, പ്രത്യേകിച്ച് രാത്രി പോകുന്ന സമയത്ത്. അപ്പോൾ വീണ്ടും എടുത്ത് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം രാത്രി വരാൻ ശ്രമിക്കുക. നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴയൊന്നുമില്ല, മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഒക്കെ വെച്ചാൽ നല്ല മഴയാണ്. അപ്പോൾ നാട്ടിൽ നല്ല മഴയുണ്ട് എല്ലാവരും പറഞ്ഞത്. ഇങ്ങേ സൈഡിലൊന്നും മഴയില്ല കേട്ടോ, മഴയൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തീരുന്നില്ല. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ശരിക്കും. അതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റിലെ മേലെയായി കണ്ടിന്യൂ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ല. മാർക്കിങ് പിന്നെ ലൈറ്റ് നമുക്കുള്ള ആ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാവല്ലോ നമ്മൾ കണ്ടിന്യൂ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്. പിന്നെ പ്രഷർ വേരിയേഷൻ അതൊക്കെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എങ്കിലും എന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമില്ല കേട്ടോ. വെള്ളത്തിന്റെ അണ്ടർ വാട്ടർ, പൂർണ്ണമായിട്ട് അണ്ടർ വാട്ടർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ ടോട്ടലി അണ്ടർ വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പ്രഷർ വേരിയേഷൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഇവിടെ. പിന്നെ സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുണ്ട്. അലാം കൊടുക്കാനായിട്ടുള്ളതാണെങ്കിൽ SOS അലാമിന് വേണ്ടിയിട്ടുള്ള സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഡിസ്ട്രസ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഡിസ്ട്രസ് ഓക്കെ 1.6 km കാണിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ എക്സിറ്റ് ആണോ എന്നറിയില്ല. 1.6 km എക്സിറ്റ് വരുന്ന എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ അപ്പോൾ സ്പീഡ് 60 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇവിടെ ബോർഡിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും തുറന്നു പറയാം, ഇപ്പോൾ നമ്മൾ എക്സിറ്റ് എത്തിയിട്ടാണ് ഉള്ളത്. കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളിപ്പോൾ എക്സിറ്റിലാണ് ഉള്ളത്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മുംബൈ അല്ല ഇപ്പോഴത്തെ മുംബൈ കേട്ടോ. അതായത് പണ്ടത്തെ കൊച്ചി അല്ല ഇപ്പോഴത്തെ കൊച്ചി എന്നൊക്കെ പറയുന്ന പോലെ പഴയ മുംബൈ അല്ല ഇപ്പോഴത്തെ മുംബൈ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എത്തിയതാ നരിമാൻ പോയിന്റിലെ എൻട്രൻസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നരിമാൻ പോയിന്റ് ആണ്. കാണാൻ പറ്റുന്നുണ്ടാവും. സെക്രട്ടേറിയറ്റ് ഒക്കെ ഇവിടെയുള്ള കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം മുന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ 2-3 കൊല്ലത്തിന് മുന്നേ വന്നിട്ടുണ്ട്. ആ സമയം കേട്ടിട്ടില്ല, ആളുകളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാണുന്നുണ്ടോ അല്ലേ? ട്രൈഡന്റ് ഹോട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മുന്നിലുള്ള? അപ്പോൾ ഇവിടെ വെച്ചിട്ടൊക്കെയാണ്
ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒരു സമയത്ത് നടന്ന സ്ഥലമാണ്. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗംഭീര ഹോട്ടലാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് പണ്ട് അറ്റാക്കൊക്കെ നടന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടാക്സിൻ്റെ ഒക്കെ കളറിങ്ങളൊക്കെ. ടാക്സിനൊക്കെ കളറ് അപ്പോൾ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ കാലാപ്പീലി എന്നാണ് പറയുന്നത്. അതായത് മഞ്ഞയും കറുപ്പും കളറാണ്. ഈ സ്ഥലത്താണ് ലാസ്റ്റ് പോയിന്റ് കേട്ടോ, നരിമാൻ പോയിന്റ് ലാസ്റ്റ് എത്തി. നമ്മൾ റോഡ് നമ്മൾ ഫിനിഷായി ഇവിടെ. അതായത് കാണാൻ പറ്റുന്നുണ്ടാവും കടലാണ് കേട്ടോ. ഈ റോഡ് ഇവിടെ കഴിഞ്ഞു, പോലീസ് സ്റ്റേഷൻ. റോഡ് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ചെറിയൊരു പോലീസ് സ്റ്റേഷനാണ്. അവിടുന്ന് അതിന് തിരിച്ചിട്ടാണ് വീണ്ടും ഗംഭീര ബ്ലോക്ക് വന്നിട്ടാണ് ഉള്ളത്. ആളുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. സ്കൂട്ടറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവല്ലേ. വെൽഫെയർ ഒക്കെ അവിടെ കിടക്കുന്ന കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ള് ലക്ഷറി വണ്ടീസാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നതെന്ന്. റേഞ്ച് റോവർ, ഡിഫൻഡർ, ആൽഫ്രഡ്, വെൽഫെയർ ഒക്കെ എടുക്കുന്ന കേട്ടോ. ഓഫീസ്, സെക്രട്ടേറിയറ്റ് ഓഫീസ്. മുന്നിൽ കാണുന്നതാണ് മന്ത്രാലയം കേട്ടോ. അവിടെ മേലെ എഴുതിയിട്ടുണ്ടാവില്ലല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ ഇത്. ഈ റോഡ് നേരെ പോയാൽ എത്തുന്നത് ഈസ്റ്റേൺ ഫ്രീവേയിലാണ് കേട്ടോ. അതാ ഫ്രീവേന്റെ പ്രത്യേകത എന്താ? എന്താ ഇതിന്റെ പ്രത്യേകത? ടോളില്ല, പിന്നെ സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാ ഇതിന്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുന്നിൽ ഒരു അടിപൊളിയുള്ള ഒരു വ്യൂ ഉണ്ട് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ കുറച്ചരിയത്തൊക്കെ കാണാൻ പറ്റും. ഇതാരുടെ സ്റ്റാച്ചു എന്നറിയില്ല. ഇതാരുടെ സ്റ്റാച്ചു എന്ന് ഐഡിയ ഉണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അംബേദ്കർ സ്റ്റാച്ചു ആണ് കേട്ടോ. അവിടെ ഒന്നും എഴുതി വെച്ചൊന്നും കാണുന്നില്ല. ചിലപ്പം കുറച്ചും കൂടി അരിയത്ത് പോയാലേ കാണാൻ പറ്റും. സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയമാണ് കേട്ടോ ഈ മുന്നിൽ ഇപ്പോൾ കാണുന്നത്. ട്രാഫിക് ഉണ്ട്, അത്യാവശ്യം നല്ല ട്രാഫിക് തന്നെ കൂടി വരുന്നുണ്ട്. ഈ മുന്നിൽ ഈ കാണുന്നതാണ് മുംബൈ സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയം. കുറച്ച് അടുത്ത് പോയിട്ട് നമുക്ക് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടാവല്ലേ? രാത്രിയിലെ കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. കുറച്ച് വർഷം മുന്നേ വന്നിട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലെങ്തി വീഡിയോസും ഉണ്ട്. അങ്ങ് അവിടെ കാണുന്നതായിട്ട് ഗേറ്റ്വേ കാണാൻ പറ്റുന്നുണ്ടാവും. അവർക്ക് കഴിഞ്ഞിട്ട് കടലിലൂടെ നമ്മൾ പോയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എലിഫൻ്റ് കേവ്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത്. പിന്നെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ഒരു മെയിൻ സ്ഥലമായിട്ട് ഇത്. ഈ കാണുന്ന ഹോട്ടൽസൊക്കെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് താജ് ഹോട്ടലൊക്കെ ഈ ഒരു സ്ഥലത്താട്ടോ മെയിനായിട്ട് അറ്റാക്കൊക്കെ നടന്നത്. ഇവിടെ ഇതിപ്പോ എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇതിന്റെ മുന്നിലൂടെ കടന്നു പോകാൻ പറ്റും. രണ്ടും താജ് ഹോട്ടലാട്ടോ. ഒന്ന് പുതിയത്, ഒന്ന് പഴയത്. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് പോയിട്ട് ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. പണ്ട് ഇവിടെ നടന്ന അറ്റാക്കിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നു കേട്ടോ. രാത്രി ഇപ്പോൾ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. ലോക്ക് ചെയ്തിട്ടുള്ള കേട്ടോ. നമുക്കിങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കാനേ പറ്റും. ഉള്ളിൽ എന്തോ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നാലും രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഇതിലൂടെയാണ് പണ്ട് ടെററിസ്റ്റ് ഇങ്ങോട്ടേക്ക് കയറി വരികയും അറ്റാക്കിംഗ് ഒക്കെ നടത്തുകയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് താജ് ഹോട്ടൽ കേട്ടോ. താജിൻ്റെ പഴയ ഹോട്ടലും പുതിയതുമാണ് ഇവിടെ ഈ കാണുന്നത്. നൈറ്റ് ലൈഫ് വേറെ തന്നെ സെറ്റ് ലൈഫ് കേട്ടോ. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കാണേണ്ട കാഴ്ചകളുണ്ട്. നമുക്ക് ഒരുപാടൊന്നും സമയമില്ല, എന്നാലും മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാം. ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാമൻ്റെ വീട്ടിലുള്ള കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മാമനും മാമയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരുടെ കൂടെയാണ് ഇന്ന് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേവൽ ഡോക്കാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. കുറച്ചും കൂടിയാണ് അവിടെ ഒരു ചെറിയൊരു മുന്നിലുള്ള ബിൽഡിംഗ് കാണുന്നുണ്ടോ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നേവൽ ഡോക്ക് യാർഡ്. 1735 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ബിൽഡിങ്സ് ഉണ്ടോ, ഇതാണ് തുടക്കം. പഴയ കാലത്തുള്ള ബിൽഡിംഗ്, അതിൻ്റെ ആ പ്രൗഢി, പണ്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഒരു പ്രൗഢി കാണുന്നുണ്ട് കേട്ടോ ഇതിൽ. റോഡുകളിലൊക്കെ ആളുകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. സമയം ഇപ്പോൾ രാത്രി 12:30 ആയിട്ടാണ്. എന്നാലും അത്യാവശ്യം ഇപ്പം നേരത്തെ കുറച്ച് മുന്നേ ഗേറ്റ് വേയിൽ പോയ സമയത്ത് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അധിക ബോളിവുഡ് പടത്തിലും കാണുന്ന ഒരു സ്ഥലമായിട്ട് ഇത്. സെൻട്രൽ ലൈബ്രറിയാണ് ഇത്. നിങ്ങൾ കാണുന്ന ഈ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ രാത്രി 12:30 സമയം. ഇഷ്ടംപോലെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ അധിക ഫിലിം ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ഏരിയ കേട്ടോ. ബിൽഡിംഗ് ഒക്കെ കണ്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ്. ഒരു സിറ്റിയുടെ നടുവിലാണ്. ഇതാണല്ലേ, ഇതാണ് ഫോർട്ട് മുംബൈ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. എവിടെയാണ് കുറച്ച് കൊണ്ടല്ലേ റൈറ്റ് സൈഡിൽ വരുന്നത്. ഓക്കെ, ഈ ബിൽഡിംഗ് ആണ് കേട്ടോ, റിസർവ് ബാങ്കിന്റെ ബിൽഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. റൈറ്റ് സൈഡിലാണ് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഓക്കെ, റോഡുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുക കേട്ടോ. അത്യാവശ്യം വണ്ടികൾ മാത്രമേ ഉള്ളൂ, ഒരുപാട് വണ്ടികളൊന്നും ഇല്ല. കുറച്ച് വണ്ടികൾ മാത്രം മുന്നോട്ട് പോകുന്ന കാണുന്നുണ്ട്. ചാലാണ് മൊത്തത്തില്. മുംബൈയുടെ വേറൊരു സൈഡാട്ടോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയും ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കുറച്ച് സമയം മുന്നേ നമ്മൾ കണ്ടത് ഏറ്റവും പോഷ് ഏരിയ ആയിരുന്നു. അതേസമയം പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഏത് തരത്തിലുള്ള ആളുകൾക്കും ഈ സിറ്റിയിൽ താമസിക്കാൻ പറ്റുന്നതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ വിക്ടോറിയ ടെർമിനൽ, അതേപോലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ, അതായത് ആ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ശരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേഷൻ വളരെ ഭംഗിയോട് കൂടിയിട്ടുള്ളായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ വേറൊരു സൈഡിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഇപ്പോൾ കാണാൻ പറ്റാത്തത്. ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത് ഫ്രീ വേ ആണ് കേട്ടോ. അതായത് നേരത്തെ ലിങ്ക് റോഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുംബൈയുടെ വേറൊരു പ്രൊജക്റ്റാണ് കേട്ടോ ഇത്, ഫ്രീ വേ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേട്ടോ. 12:30 ആയിട്ടും വണ്ടികൾ, ഈ ഒരു ഇതിൽ വണ്ടികളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. നോർമലി 12:30 സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ്. പക്ഷേങ്കിൽ മുംബൈ സിറ്റി ഉറങ്ങിക്കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പേരിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ടാക്സികളും പ്രൈവറ്റ് വണ്ടികളൊക്കെയാണ് കാണുന്നത്. വലിയ വണ്ടികളൊന്നും ഇതിലേക്ക് പോകില്ല എന്നാണ് തോന്നുന്നത്. മുന്നിലൊരു ചെറിയൊരു ടാങ്കർ ഉണ്ട് കേട്ടോ. വലിയ ടാങ്കർ അല്ല, ചെറിയൊരു ടാങ്കർ മുന്നിൽ കാണുന്നുണ്ട്. വെള്ളം കൊണ്ടുവന്ന വണ്ടി കേട്ടോ. ഇവിടുന്ന് ആരംഭിക്കാൻ പോവാണ്. ഇവിടെ ഒരു സിഗ്നൽ കണ്ട്, ഇനിയിപ്പോൾ സിഗ്നലിന് ശേഷമാണ് ഇത് ആരംഭിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്നൽ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ എൻട്രൻസിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കണ്ട ആ ലിങ്ക് റോഡിൻ്റെ അത്ര വലിപ്പം ഇല്ല കേട്ടോ ഇതിന്. എന്നാലും സംഭവം അടിപൊളിയാണ്. എന്താ പറയണ്ടത്, ഒരു വലിയ ട്രക്കിനും പിന്നെ ഒരു ചെറിയ കാറില്ല, ഒരു മീഡിയം കാറിനും പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റോഡാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള
എന്താ പറയണ്ടേ, ബൈപ്പാസിൽ നമ്മുടെ സർവീസ് റോഡിനെക്കാട്ടും കുറച്ചും കൂടി വലിപ്പമുണ്ട് ഒരു സൈഡിലേക്ക്. അതേ രണ്ട് സൈഡും അങ്ങനെയാണ് 1 അതായത് രണ്ട് സൈഡും അതേ ഒരു അളവിൽ തന്നെയാണല്ലോ കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരുപാട് വലിപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ടോൾ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. ടോൾ ഇല്ല. ഓക്കെ, ഇവിടെ ടോൾ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഫ്രീവേ എന്നിട്ടത് കേട്ടോ. ടോൾ ഇല്ല. അതൊരു അടിപൊളി സംഭവം തന്നെയാണ്. എന്താ പറയണ്ട, ഇവിടെ നിന്ന് പെട്ടെന്ന് ഷോർട്ട് ആയിട്ട് സിഗ്നൽ ഇല്ല. അപ്പൊ ഇതെവിടെ എത്തിച്ചേരുന്നത്? എവിടെയാണ്? ഗോവണ്ടി, ചെമ്പൂർ. ഓക്കെ, അപ്പൊ വീട്ടിൽ നിന്ന് നേരെ ഷോർട്ട് പണി നടക്കുന്നുണ്ട്. താന വരെ ശരി, വീട്ടിൽ നിന്ന് നേരെ ഷോർട്ട് അടിച്ചിട്ട് അവിടേക്ക് പോകട്ടോ. അപ്പൊ ഇതിന്റെ ഇത് തന്നെയാണ് അടൽ സേതു കണക്ട് ആകുന്നത്. ഓക്കെ, അപ്പൊ അടിപൊളിയാക്കി. ഈ അടൽ സേതു എന്ന് പറയുന്നത് പൻവേലിലേക്കുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആട്ടോ. ഇപ്പൊ ഞാൻ എന്താ പറയുക, നവി മുംബൈ എയർപോർട്ടിലേക്ക്. ഓക്കെ, അതാണ് അപ്പൊ ഇവരുടെ മെയിൻ. അപ്പൊ ഇവരുടെ മെയിൻ ഇന്റൻഷൻ അതാണ്. ഇപ്പൊ പുതിയ എയർപോർട്ട് വരുന്നത് പൻവേലിലാണ്. പുതിയ എയർപോർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ട്രാഫിക് എന്ന് വെച്ചാൽ ഈവനിങ് സമയത്ത് വെച്ചാൽ അതിഗംഭീരമായിട്ടുള്ള ട്രാഫിക് ആണ്. അപ്പോൾ ആ ട്രാഫിക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കണക്ട് ആകുന്നത് അടൽ സേതുവിന് കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നേരെ പൻവേലിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും കേട്ടോ. ഈ കാണുന്നത് മുംബൈയുടെ ലോക്കൽ ട്രെയിൻ ആട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, കുറച്ച് കയറിപ്പോയല്ലേ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുംബൈയിലെ ലോക്കൽ ട്രെയിൻ. മുംബൈയുടെ ഹൃദയഭാഗം എന്ന് പറയാം. അതായത് ഹൃദയഭാഗത്തിൽ നിന്ന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ലേ നെർവ്സിലോട്ട്, അതേപോലെ എല്ലാ സ്ഥലത്തേക്കും പോകുന്ന മുംബൈയുടെ ലോക്കൽ ട്രെയിനാണ് കേട്ടോ. ഒരുപാട് ആളുകളാണ് ഒരു ദിവസത്തിൽ വരികയും പോവുകയും ചെയ്യുന്നത്. ആ തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആളുകളാണ് ഇതിലൂടെ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡീവിയേഷൻ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 500 മീറ്ററിൽ 1/2 കിലോമീറ്ററിൽ ഒരു ഡീവിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടൽ സേതുവിൽ, അതായത് ഏറ്റവും പുതിയ പ്രൊജക്റ്റാണ്, അവരുടെ ഏറ്റവും പുതിയ പാലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാനുള്ളതാണ് ഡീവിയേഷൻ വരുന്നത്. 500 മീറ്റർ കഴിഞ്ഞാൽ ആ റോഡ് നമ്മൾ കയറുന്ന നേരെ എത്തുന്നത് അടൽ സേതുവിലേക്കാണ്. അതായത് മുംബൈയുടെ ഏറ്റവും പുതിയ ബ്രിഡ്ജാണ് കേട്ടോ. അത് ഒരു വേറെ തന്നെ ലെവലിലാണ് അത് ഉണ്ടാക്കിയാണ് പറയുന്നത്. ഇന്ന് നേരെ ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ മേലോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് അടൽ സേതു ആണ് കണക്ട് ആകുന്നത് കേട്ടോ. അടൽ സേതു കണക്ട് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലുള്ള പുതിയ എയർപോർട്ട്, പൻവേലിലുള്ള പുതിയ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു വഴിയാണിത്. നമ്മൾ ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ന്യൂ മുംബൈയിലേക്കാണ്. പിന്നെ അവിടുന്ന് അതിനുശേഷം നമുക്ക് അതുവഴി റോഡ് വഴി നമുക്ക് പൻവേലിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ. ഒരുപാട് ട്രാഫിക്കുകൾ ഒഴിവാകും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. മേലെ ഈ ബ്രിഡ്ജ് ഇതാ ഫുള്ളായിട്ട് ഇത് നേരെ പോകുന്ന ലാസ്റ്റ് കടലിന്റെ മുകളിലൂടെ പോയിട്ടാണ്. ഏറ്റവും പുതിയ പ്രൊജക്റ്റ് ആട്ടോ ഇത്. ബോംബെയുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റ് ആണ്. ഫുള്ള് കടലിന്റെ മേലോട്ട് പോയിട്ടാണ് ന്യൂ മുംബൈയിലേക്ക് എത്തുന്നത്. എന്തായാലും ഒരു സംഭവം തന്നെ അല്ലേ. നമ്മളെ നാട്ടിലും ഇങ്ങനെയുള്ള ഒരുപാട് കേരള കോസ്റ്റലിൽ ട്രാഫിക് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കടൽ തീരത്തിലൂടെ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പറ്റിയ പരിപാടി. മുംബൈയിലുള്ള വേറൊരു സംഭവമാണ് കേട്ടോ മോണോ റെയിൽ. മെട്രോ, നമ്മുടെ നാട്ടിലൊക്കെ മെട്രോ ഉണ്ടാവും, പക്ഷേങ്കിൽ മോണോ റെയിൽ ഇന്ത്യയിലുള്ള എനിക്കൊന്ന് ആദ്യം ആരംഭിച്ചത് ഇവിടെ കേട്ടോ. അതിന്റെ ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ മോണോ റെയിൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ സമയം ഉണ്ടാവില്ല, ആ ഡേ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മോണോ റെയിലിനെ പറ്റി അറിയില്ലെങ്കിൽ കൂടുതൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടില്ല കേട്ടോ. ഒരു എന്താ പറയണ്ടേ, അത് അതിന് ടയറ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മൾ സാധാരണ മെട്രോയുടെയോ നോർമൽ ട്രെയിനിൻ്റെ അതുപോലെ ഒന്നല്ല, ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ആരംഭിച്ചത് ഇന്ത്യയിൽ മുംബൈയിലാണ് കേട്ടോ. അതൊരു വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഉള്ള അഭിപ്രായം ഒന്ന് പറയാം. ഇനിയിപ്പം അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ എങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഒരു ചെറിയ ടണൽ വരുന്നുണ്ട് കേട്ടോ. ഘാട്ട്കോപ്പർ താണയുടെ ഒരു ചെറിയ ടണലാണ്. ഒരുപാട് ദൂരമൊന്നുമില്ല. എത്ര മീറ്റർ ആണെന്ന് ഇവിടെ എഴുതിയൊന്നും കാണുന്നില്ല കേട്ടോ. വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പാടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേങ്കിൽ ഒരു കക്ഷിയോടെ ടാക്സിയോടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് അണ്ടർ വാട്ടർ ടണൽ എന്നല്ല, നോർമൽ ടണലാണ് കേട്ടോ.
ഇവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഒന്നും കൊടുത്ത കാണുന്നില്ല, എത്ര കിലോമീറ്ററിൽ പോകണം എന്നൊക്കെ ഉള്ളത്. നമ്മുടെ നാട് പോലെ തന്നെ കേട്ടോ, എവിടെയൊക്കെയാണ് അലൗഡ് അല്ലാത്തത് അതൊക്കെയാണ് നടക്കുന്നത്. 2 വീലർ ഇതിന്റെ മുകളിൽ അലൗഡ് അല്ല, എന്നിട്ട് ആളുകൾ പോകുന്നുണ്ട്. ചിലപ്പോൾ രാത്രി ആയതുകൊണ്ടായിരിക്കും കേട്ടോ, ഇങ്ങനെ രാത്രിയിൽ എന്ന് വെച്ചാൽ വണ്ടികളൊക്കെ കുറവാന്ന് വിചാരിച്ചിട്ടായിരിക്കും 2 വീലറൊക്കെ ഇതിന്റെ മുകളിലേക്ക് കയറുന്നത്. സമയം രാത്രി 1:30 കേട്ടോ. മുംബൈ നഗരം ഇനിയും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.